ജോസ് കെ മാണിയുടെ കളികൾ ഇനി കേരളം കാണാനിരിക്കുന്നതേയുള്ളൂ. ഇടതിൽ നിൽക്കക്കളിയില്ലാതെ വരികയും വലത്തോട്ട് പോകാൻ ആത്മാഭിമാനം സമ്മതിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ ഇനി എന്തായിരിക്കും ജോസ് കെ മാണിയുടെ അടുത്ത നീക്കം എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ താഴ്ത്തിയ തല തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മണ്ണോളം മുട്ടി നിൽക്കുമ്പോൾ തലയൊന്ന് ഉയർത്തി നോക്കാൻ ആഗ്രഹമില്ലാതിരിക്കുമോ? അങ്ങനെ ഇരിക്കുന്ന ജോസിന്റെ മുന്നിലേക്ക് ഒരു കേന്ദ്രമന്ത്രി പദം ഓഫർ വന്നാലോ? ഒന്ന് തൊട്ടു നോക്കാതിരിക്കില്ല എന്നതാണ് സാധ്യത. അതായത് നിലവിൽ രാജ്യസഭ MP ആയിരിക്കുന്ന ജോസ് കെ മാണിക്ക് മുന്നിൽ കേന്ദ്രമന്ത്രി പദം ഓഫർ ചെയ്ത BJP വെക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ക്രൈസ്തവ വോട്ട് ബാങ്കുകൾ ലക്ഷ്യമിട്ട് BJP ജോസ് കെ മാണിയെ സ്വാഗതം ചെയ്യുന്നു എന്നതാണ് ഇവിടുത്തെ പ്രധാന വിഷയം. രാജ്യസഭ MP ആയതുകൊണ്ട് തന്നെ NDAയിലെത്തിയാൽ കേന്ദ്രമന്ത്രി പദവി ലഭിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ അദ്ദേഹത്തോടൊപ്പമുള്ള 5 MLA-മാർക്ക് BJPക്കൊപ്പം പോകാൻ തയ്യാറേയല്ല. കാര്യം ഇപ്പറഞ്ഞത് നടക്കാൻ പോകുന്ന ഒരു സാധ്യത മാത്രമാണെങ്കിലും കേൾക്കുന്ന ആരും കള്ളവാർത്തയാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ വരട്ടെ. ഇതിന്റെ ബാക്കി നമുക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴേക്കും കാണാമല്ലോ. നിലവിൽ മത്സരിച്ച 1100ഓളം സീറ്റുകളിൽ കേവലം 260ഓളം സീറ്റുകളിൽ മാത്രമാണ് വിജയിക്കാനായത് എന്നത് ജോസിന് നല്ല ക്ഷീണമുണ്ടാക്കി. 38 വർഷത്തോളം കുത്തകയായിരുന്ന പാലാ നഗരസഭ പോലും നഷ്ടപ്പെട്ടു എന്നത് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ പൊട്ടിപ്പാളീസായി എന്ന് തന്നെ പറയണം. കഴിഞ്ഞ ദിവസം നടന്ന LDF യോഗത്തിൽ നിന്നും ജോസ് കെ മാണിയും മറ്റ് പ്രധാന നേതാക്കളും വിട്ടുനിന്നതും ഇത് മുന്നണിയുടെ മാറ്റത്തിലേക്കുള്ള മുന്നൊരുക്കമാണോ എന്നും CPM-നും മറ്റ് ഘടകകക്ഷികൾക്കും സംശയമുണ്ട് എന്നതും ജോസിനെ വലിയ ചോദ്യചിഹ്നമാക്കി മാറ്റുകയാണ്. ജോസ് കെ മാണി ലക്ഷ്യം വെച്ച് BJP കേന്ദ്രമന്ത്രി പദം വെച്ചു നീട്ടുമ്പോൾ പഴയ തട്ടകമായ UDF-ഉം വാതിൽ തുറന്നിട്ടിരിക്കുകയാണ് എന്നത് മറ്റൊരു സത്യം. ഇടതുമുന്നണി യോഗം ബഹിഷ്കരിച്ച ജോസിനെ നീക്കങ്ങൾക്ക് പിന്നിൽ രാഷ്ട്രീയം എന്താ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. മറുഭാഗത്ത് UDF നേതൃത്വം ജോസ് കെ മാണിയുടെ മടങ്ങിവരവിനായി കാത്തിരിക്കുകയാണ്. മുസ്ലിം ലീഗും കോൺഗ്രസിലെ ഒരു വിഭാഗവും ജോസിനെ തിരിച്ചെത്തിക്കാൻ സജീവമായ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. പഴയ തട്ടകത്തിലേക്ക് മടങ്ങുന്നത് രാഷ്ട്രീയമായി കൂടുതൽ സുരക്ഷിതമാണ് എന്ന് അണികൾ കരുതുന്നുണ്ടെങ്കിലും PJ ജോസഫുമായുള്ള തർക്കങ്ങൾ ഇനിയും പരിഹരിക്കപ്പെടാത്തത് ഒരു തടസ്സമായി നിലനിൽക്കുന്നു. ജോസ് കെ മാണി ഉടൻ ഒരു തീരുമാനം എടുക്കുമോ അതോ സമ്മർദ്ദ തന്ത്രത്തിലൂടെ LDF-ൽ കൂടുതൽ ആനുകൂല്യങ്ങൾ നേടിയെടുക്കുമോ? 2026 നിയമസഭാ തെരഞ്ഞെടുപ്പാണ് എല്ലാവരുടെയും ലക്ഷ്യം. ജോസിന്റെ ഓരോ നീക്കവും കേരള രാഷ്ട്രീയത്തിനെ ഗതി മാറ്റാൻ പോകുന്നതാണ്. എന്തായാലും NDAയിലേക്ക് പോയാലും ഇല്ലെങ്കിലും LDF-ന്റെ കുത്തിരി പിടിച്ച ഒരാളായിട്ട് ജോസ് കെ മാണി മാറി എന്നതാണ് ഒരു സത്യം.